ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വടുകപ്പുളി കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഈ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 ഗ്ലാസ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ നാരങ്ങ ഒന്ന് ഇച്ചിരി ഒന്ന് മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് എന്നിട്ട് നമുക്ക് 2 ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത റെസിപ്പി എന്താണെന്ന് വേണ്ടതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ 10 മിനിറ്റോളമായിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ തുറന്ന് നോക്കി നമുക്കൊന്ന് വെന്തോ നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തുറന്ന് വെച്ച് വേവിക്കാം, അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. നമുക്കിനി ഇതിന് വേണ്ട താളിപ്പ് റെഡിയാക്കാം. അതിനാദ്യം ചട്ടി വെച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് എള്ളെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, എള്ളെണ്ണയാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ കറിയിലോട്ട് നമുക്ക് ആ താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടുകപ്പുളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ?